പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് മെയ് മാസം 17 ശനിയാഴ്ച. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, പുതിയ പ്രഭാതം നൽകി ഞങ്ങൾ അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു ഈശോയെ. ഇന്ന് അവിടത്തോട് ചേർന്ന് ജീവിക്കാൻ, അവിടത്തേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രീതിയിൽ ഇന്നത്തെ ഓരോ കാര്യവും ചെയ്യാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. അങ്ങ് ഇന്ന് മുഴുവനും ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുകയും ഞങ്ങളെ സംരക്ഷിക്കുകയും ഞങ്ങളുടെ ഉദ്യമങ്ങളിൽ വിജയം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 2-ാം വചനം അവസാന ഭാഗം ഇന്ന് ധ്യാനിക്കാം. എത്ര വലിയ കാര്യങ്ങളാണ് ഇവൻ്റെ കരങ്ങൾ വഴി സംഭവിക്കുന്നത്. ജനങ്ങൾ അത്ഭുതത്തോടെ ഈശോയെക്കുറിച്ച് പറഞ്ഞ സാക്ഷ്യവചനം. പിതാവായ ദൈവവുമായി അത്യഗാധമായൊരു ബന്ധം കാത്തു സൂക്ഷിച്ചിരുന്നതുകൊണ്ട് ഈശോ ചെയ്ത കാര്യങ്ങളെല്ലാം വലിയ കാര്യങ്ങളായി മാറി. ക്രൈസ്തവരായ നാം ചെറിയ കാര്യങ്ങൾ ചെയ്ത് തൃപ്തി അടയാൻ വേണ്ടി വിളിക്കപ്പെട്ടിട്ടുള്ളവരല്ല. വലിയ കാര്യങ്ങൾ കർത്താവിന് വേണ്ടി ചെയ്യാനുള്ളവരാണ് നാം ഓരോരുത്തരും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ലോകത്തിൻ്റെ മുമ്പിൽ ഒതുങ്ങിക്കൂടി കഴിയുന്നവരാകാതെ അങ്ങേക്ക് വേണ്ടി പരമാവധി നന്മ ചെയ്യുന്നവരായി മാറാനുള്ള കൃപ നൽകി ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. എല്ലാവർക്കും നന്മ നിറഞ്ഞ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം ഉണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.